വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പേപ്പറിനെ കൊണ്ട് ന്യൂ ഇയർ കാർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതന്നെ ചാനൽ ആദ്യമേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ന്യൂ ഇയർ കാർഡ് ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അതിനെ ആക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ A4 ഷീറ്റിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പകുതിയായി മടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും എടുത്താൽ മതി. നമ്മളിവിടെ ഈ സ്കെയിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ പേര് ഗർവ് സ്കെയിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഗർവ് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം. ഉമ്മാനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ബാക്കി ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ കൊടുക്കാൻ അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് വേണം. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വീതി പറഞ്ഞ ഭാഗം ഇങ്ങനെയായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് കുറച്ച് വളഞ്ഞിട്ടുണ്ട്. അത് ലെവലാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചും കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെക്കുമ്പോൾ ബോർഡർ പോലെ പിങ്ക് കാണണം. അപ്പോൾ ഇനി നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടി ഗം വേണം. അപ്പോൾ ഫെവിക്കോളാണ് നല്ലത്. അപ്പോൾ നമ്മളടുക്ക് അതില്ലായിട്ട് നമ്മൾ ഡ്രസ്സ് ഒട്ടിക്കുന്ന പശയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മൊത്തം ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഹാഫ് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പശയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് എന്ത് വേണമെങ്കിലും വെക്കാം. ഇവിടെ കളറിൻ്റെ കളർ അടിച്ചു കൊടുത്താലും മതി. നമ്മൾ ഇവിടെ ഇങ്ങനെ ബീഡ്സ് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ഭംഗിയിട്ടാണ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് വെക്കുന്നത്. ഇനി നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്കിത് ഫുള്ളാക്കിയിട്ട് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ വൈറ്റ് പേപ്പറും ബീഡ്സെല്ലാം വെക്കുമ്പോഴത്തേക്കിനെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എഴുതുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയണ്ട. ഇനി നമുക്ക് അതിൻ്റെ ഒരു കോർണറിൽ നമുക്ക് ഒരു ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. അങ്ങനെ ഈ പേപ്പറിനെ കൊണ്ട് ചെറുതാക്കുന്നുണ്ടെങ്കിൽ ആക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് ത്രികോണം പോലെ 3 പ്രാവശ്യമായിട്ട് മടക്കാം. ഇനി ആ മടങ്ങ് വരുന്ന ഭാഗം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ടൈപ്പ് കിട്ടും. അപ്പം ഈ പേപ്പറിനെ കൊണ്ട് ചെറുതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു റൗണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഗമ്മാക്കിയിട്ട് നമുക്ക് ആ ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ വൈറ്റ് ഫ്ലവറിൻ്റെ മുകളിലേക്ക് ഒരു പിങ്ക് സർക്കിളും കൂടി വെച്ച് കൊടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വൈറ്റ് ബീഡ്സ് നമ്മുടെ ആ ബാക്കി വരുന്ന സ്പേസിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആയിട്ട് തന്നെ ആദ്യമേ ഗമ്മാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഫ്ലവറിൻ്റെ മുകളിൽ റോസ് സർക്കിളിൻ്റെ മുകളിൽ ഒന്നും കൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സംഭവം വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ കമ്മിങ് സൂൺ 2024 എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാർട്ടെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ വേറെ വേറെ കളറിനെ കൊണ്ട് എഴുതിയത് കൊണ്ട് തന്നെ കാണാൻ തന്നെ അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇന്നത്തോടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത കാണാം. ബൈ.